ആത്മാവിലൊന്നു തൊടേണമേ. ആരാധനയ യേശുവേ. ഹല്ലേലൂയ മാറാനാഥാ. ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്തയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 22-ാം വാക്യം. ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എൻ്റെ ഹിതം നിറവേറ്റും. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലും കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിരവധി വ്യക്തികളുടെ അനുഭവങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരു കത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് ചെറുപുഴയിൽ നിന്നുള്ള ജാൻസി ഗിൽബർട്ട് സാക്ഷ്യപ്പെടുത്തുന്നൊരു കത്താണ്. ആദ്യമായി തന്നെ ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ജാൻസി ഗിൽബർട്ട്. എനിക്ക് 2 മക്കൾ, നോയൽ, നോബിറ്റ്. എൻ്റെ വീട്ടിലെല്ലാവരും ആവേശത്തോടെ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള വചന ശുശ്രൂഷകളിൽ ടെലിവിഷനിൽ പങ്കുചേരുന്നു. എനിക്ക് 15 വർഷത്തോളമായി പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. നിരവധി ഡോക്ടർമാരെ കാണിച്ച് ചികിത്സിച്ചു. എങ്കിലും എൻ്റെ രോഗപീഠ വിട്ടുപോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഗിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ വചന പ്രോഗ്രാം ടെലിവിഷനിൽ കണ്ടത്. ഞാനും കുടുംബവും ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ആ രോഗം സുഖപ്പെട്ടാൽ സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ യേശു കർത്താവ് എൻ്റെ രോഗം എടുത്തു മാറ്റി. പിറ്റേ ദിവസം മുതൽ എനിക്ക് ആ രോഗപീഠയുടെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. ഇന്ന് ഏത് ഭക്ഷണം കഴിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ദൈവം എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തി. അതുപോലെ എനിക്ക് ഈ അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അനുജത്തി ഷേർലിയുടെ രോഗപീഠ ഞാൻ കർത്താവിന് സമർപ്പിച്ചു. പിറ്റേ ആഴ്ചത്തെ വചന ശുശ്രൂഷയിൽ എൻ്റെ അനുജത്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ അനുജത്തി ഷേർലിക്ക് ചോറുണ്ടാലും അരി കൊണ്ട് എന്ത് പലഹാരം ഉണ്ടാക്കി കഴിച്ചാലും ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു രോഗപീഠയാണ്. ധാരാളം മരുന്നുകൾ കഴിച്ചു, പല ഡോക്ടർമാരെയും കാണിച്ചു. ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ അനുജത്തിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് എൻ്റെ അനുജത്തിയെ സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഈ കഴിഞ്ഞ നവംബറിൽ എൻ്റെ അനുജത്തിയെ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈശോ സുഖപ്പെടുത്തി. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ എൻ്റെ അനുജത്തിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, ഇന്ന് മുതൽ നീ ചോറുണ്ട് നോക്കണം, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വിളിച്ചറിയിക്കണം. അന്ന് മുതൽ എൻ്റെ അനുജത്തി ചോറുണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ഇന്ന് വരെ എൻ്റെ അനുജത്തിക്ക് പിന്നെ അരിഭക്ഷണം സംബന്ധമായി ഒരു ബുദ്ധിമുട്ടും അലർജി രോഗങ്ങളും ഉണ്ടായിട്ടില്ല. എൻ്റെ അനുജത്തിയെ ഈശോ പൂർണ്ണമായി സുഖപ്പെടുത്തിയെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് ഈ വലിയ സൗഖ്യങ്ങൾ തന്ന കർത്താവിന് കോടാനുകോടി നന്ദി ഒരിക്കൽ കൂടെ അർപ്പിക്കുന്നു. ജാൻസി ഗിൽബർട്ട്, കാട്ടുപാലത്ത്, ചെറുപുഴ പിയോ, കണ്ണൂർ ചുണ്ട പിയോ, കോലുവള്ളി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപുഴയിൽ നിന്നുള്ള ജാൻസി ഗിൽബർട്ടിൻ്റെ ഒരു അനുഭവമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം. ആ വ്യക്തി ജോൺ ഫ്രാൻസിസ്, പാലവിള, മതിലിൽ പിയോ, കൊല്ലത്ത് നിന്ന് ജോൺ ഫ്രാൻസിസ് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ജോൺ ഫ്രാൻസിസ്. ഞാൻ കൊല്ലത്തു നിന്നാണ് എഴുതുന്നത്. എൻ്റെ മുഖത്ത് ഒരു വലിയ കരുപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ടെലിവിഷനിൽ സഗിയോൻ ധ്യാനകേന്ദ്ര ശുശ്രൂഷ കണ്ടപ്പോൾ അനേകം വ്യക്തികളെ സൗഖ്യപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ കേട്ടു. അപ്പോൾ എൻ്റെ ഈശോ എന്നെയും സുഖപ്പെടുത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടായി. ഞാൻ ആരാധനയുടെ സമയത്ത് 2 കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി എൻ്റെ മുഖത്ത് വട്ടത്തിലുള്ള കരുപ്പ് സുഖപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ ആരാധനയുടെ സമയത്ത് എൻ്റെ ഈശോ എൻ്റെ മുഖം സുഖപ്പെടുത്തി. പിന്നെ ഇന്ന് വരെ എൻ്റെ മുഖം വൃത്തികേടായിട്ടില്ല. എൻ്റെ മുഖം സാധാരണ ആളുടെ മുഖം പോലെയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ജോൺ ഫ്രാൻസിസ് കൊല്ലത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. മുഖത്ത് വട്ടത്തിൽ വലിയൊരു കരുപ്പുണ്ടായിരുന്നു, ഒരു കറുത്ത നിറത്തിലുള്ള വട്ടത്തിലുള്ള വലിയൊരു തടിപ്പുണ്ടായിരുന്നു. അത് യേശുവേ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ കറുത്ത നിറത്തിൽ വട്ടത്തിൽ കിടന്ന തടിപ്പ് യേശു ക്രിസ്തു എടുത്തു മാറ്റി മുഖം സാധാരണ മുഖമാക്കി കൊടുത്ത്. ഹല്ലേലൂയ. ഇപ്പോൾ മകനെ, മകളെ, പ്രാർത്ഥിക്കുമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളുണ്ട്. നിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഇടപെടലുകളുണ്ട്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെ അത്രേ.
കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് എല്ലാവരും ഈ പ്രാർത്ഥനയോട് ചേരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ കൈകൾ നീട്ടണമേ. അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ കർത്താവേ. രോഗികളെ അങ്ങയുടെ നാമത്തിൽ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ അങ്ങയുടെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. പൈശാചിക പീഡകളുള്ളവരെ അങ്ങയുടെ നാമത്തിൽ എല്ലാ പീഡകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള അശുദ്ധ ആത്മാക്കളിൽ നിന്നും വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ വലിയ സമാധാനം എല്ലാ ഹൃദയങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ സൗഖ്യം എല്ലാ ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിയിരിക്കുന്നവരെ സാമ്പത്തിക കെട്ടുകൾ അടിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ വലിയ നിരാശ, കുറ്റബോധം, മനോവിഷമങ്ങൾ, ആകുലത, ഉത്കണ്ഠ, പ്രാർത്ഥനയില്ലായ്മ, എതിർചിന്തകൾ, മല്ലടിക്കുന്ന ചിന്തകൾ, ദൈവോധന താല്പര്യമില്ലായ്മ, ഇങ്ങനെയുള്ള എല്ലാ ദുർപീഡകളും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഓരോ മകൻ്റെയും ഓരോ മകളുടെയും ഭവനത്തിൽ നിന്ന് ഇപ്പോൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. മാറാരോഗങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ആർക്കെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 13:22 വചനം പഠിപ്പിക്കുന്നു, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഹിതം നിറവേറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനിൽ, ഒരു സാധാരണ മനുഷ്യനിൽ ദൈവം സംപ്രീതി കൊള്ളുന്ന, ദൈവം ഇഷ്ടം കൊള്ളുന്ന ഒരു വചനമാണ് നാം വായിച്ചു കേട്ടത്. ഒരു മനുഷ്യനെ കണ്ടിട്ട് ദൈവം പറയുകയാണ്, എൻ്റെ ദാവീദ്, എൻ്റെ ദാവീദ്, എൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യൻ, എൻ്റെ ദാവീദ് എന്ന് പറഞ്ഞ് ദൈവം ദാവീദിനെ അഭിസംബോധന ചെയ്യുകയാണ്. 89-ാം സങ്കീർത്തനത്തിൽ 20-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവൻ അഭിഷേകം ചെയ്തു. എന്താ ഇവിടെ നമ്മൾ കാണുന്നത്? ദൈവം ദാവീദിനെ നോക്കിയിട്ട് എൻ്റെ ദാവീദ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേരുടെ ഹൃദയത്തിൻ്റെ രോദനം അച്ഛൻ്റെ ശ്രദ്ധയിൽ, അച്ഛൻ്റെ കൺമുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ്. ഒരുപാട് കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി കാലങ്ങൾ ധ്യാനങ്ങൾ കൂടിയിട്ടും ഇന്നും ഹൃദയത്തിന് എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. ഹൃദയത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എന്തോ ഒരു ഇല്ലായ്മ, ഒരു ശൂന്യത പല ഹൃദയങ്ങളെയും വേട്ടയാടുകയാണ്. അനേകം ശുശ്രൂഷകരും ഇന്ന് മനസ്സിൽ വളരെ ദുർബലപ്പെടുകയാണ്, പിന്മാറ്റത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പല വ്യക്തികളും ഒത്തിരി കാലം കർത്താവിനോട് ജീവിച്ചിട്ട്, ഒത്തിരി കാലം കർത്താവിനോട് സമർപ്പണം ചെയ്തിട്ട്, ഒത്തിരി കാലം കർത്താവിനോട് നടന്നിട്ട് ഇപ്പോൾ പിന്മാറ്റത്തിലേക്ക് തിരിയുകയാണ്. എന്താണ് എൻ്റെ കാരണം? അവരുടെ മനസ്സ് ചിന്തിക്കുകയാണ്, ദൈവത്തിനൊന്നും ഇഷ്ടമല്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ല, കാരണം എൻ്റെ ചില സ്വഭാവങ്ങൾ മാറിയിട്ടില്ല, എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നില്ല, എനിക്ക് എൻ്റെ ചില പാപങ്ങൾ മാറിപ്പോകുന്നില്ല, ഈ പാപം വെച്ച് ഞാൻ എങ്ങനെ ദൈവത്തിന് മുമ്പിൽ നിൽക്കും? ഇങ്ങനെ അവരുടെ മനസ്സിൽ കടന്ന് ഒരുപാട് ദുർപീഡകളുണ്ടായി അവരുടെ വിശ്വാസ രംഗത്ത് അവർ ദുർബലപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. ഈ കാര്യത്തെ വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ വിശുദ്ധ ലിഖിതങ്ങളിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തെരഞ്ഞെടുത്ത ഒരു ദൈവ പൈതലിനെ, ദൈവത്തോട് ചേരുന്ന ഒരു ദൈവത്തിൻ്റെ മകനെ, ദൈവത്തിൻ്റെ മകളെ ദൈവം വലിയ ഇഷ്ടത്തോടുകൂടെ കാണുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവം വലിയ ഇഷ്ടത്തോടുകൂടെ കാണുന്നു. അവരോട് ദൈവത്തിന് വെറുപ്പല്ല, അവരോട് ദൈവത്തിന് വാത്സല്യമാണുള്ളത്. അവരോട് ദൈവത്തിന് അകൽച്ചയല്ല, അവരോട് ദൈവത്തിന് ഇഷ്ടമാണുള്ളത് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദിൻ്റെ കാര്യം തന്നെ എടുക്കുക. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ഒരു പൂർണ്ണനായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? ദാവീദിൻ്റെ ജീവിതത്തിൽ എത്രയോ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ദൈവത്തോട് അടുക്കാനും ദൈവമാർഗം നടക്കാനും പ്രാർത്ഥിക്കാനും വിശുദ്ധ ജീവിതം നയിക്കാനും ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ, ജീവിത പങ്കാളിമാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നോ? എത്രയോ ജീവിത പങ്കാളിമാർ അതിന് നേർ വിപരീതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സമയത്ത് ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദാവീദിൻ്റെ ഭാര്യ മിക്ക പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തില്ലേ? ദാവീദിൻ്റെ ജീവിത പങ്കാളിമാരെല്ലാം ഒരേപോലെ ഒറ്റക്കെട്ടായി ദാവീദിൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കും ദൈവാരാധനയ്ക്കും ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കരുത്. ദാവീദിൻ്റെ മക്കളുടെ കാര്യം നിങ്ങൾ എടുക്കുക. ദാവീദിൻ്റെ മക്കളും വിശുദ്ധരും പൂർണ്ണരുമായിരുന്നു നിങ്ങൾ ചിന്തിക്കരുത്. ദാവീദിൻ്റെ മക്കളെല്ലാം പുണ്യ പരിപൂർണത പ്രാപിച്ചവരായിരുന്നു നിങ്ങൾ ചിന്തിക്കരുത്. എത്രയോ മക്കൾ പലതരത്തിലുള്ള തോന്നിവാസങ്ങളിൽ ജീവിച്ചു. എത്രയോ മക്കൾ പ്രാർത്ഥനയില്ലാത്തവരായിരുന്നു. എത്രയോ മക്കൾ ദുർമാർഗത്തിൽ നടന്നു. എത്രയോ മക്കൾ അഹങ്കാരികളായി നടന്നു. എത്രയോ മക്കൾ മാതാപിതാക്കന്മാരെ വെറുത്ത് നടന്നു. എത്രയോ മക്കൾ സ്ഥാനമോഹികളായി നടന്നു, അധികാരമോഹികളായി നടന്നു. അബ്സലോമിൻ്റെ നേതൃത്വത്തിലല്ലേ കൊട്ടാരപ്പുളം ഉണ്ടായി ദാവീദിനെ ഒരു പട്ടിയെ പോലെ കൊട്ടാരത്തിൽ നാട്ടി പുറത്താക്കിയത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ സാധാരണ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നത് പോലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ദാവീദിൻ്റെ കുടുംബത്തിൽ, ദാവീദിൻ്റെ മക്കളിൽ നിന്ന് ദാവീദ് അനുഭവിച്ചിട്ടുണ്ട്.
ഇങ്ങനെ ദാവീദിൻ്റെ ജീവിത പങ്കാളിമാരിൽ നിന്നും ദാവീദിൻ്റെ മക്കളിൽ നിന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവിക മാർഗ്ഗം നടക്കുന്നതിലും കൂടെ ഒപ്പത്തിനൊപ്പം ഇല്ലാതിരുന്നപ്പോഴും മാനസിക ഇതെല്ലാം ദാവീദിൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തിയിരുന്നു, ദാവീദിൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തിയിരുന്നു. ദാവീദ് ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഇതൊക്കെ ബാധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഇതൊക്കെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം അതിൽ തളർന്നില്ല. അദ്ദേഹം ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ, ഈ പ്രശ്നങ്ങൾ മാറുന്നതിന് മുമ്പ് തന്നെ, ഈ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ദാവീദ് നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലും. ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് പൊട്ടിക്കരയും, ദൈവത്തോട് ഏറ്റു പറയും, ദൈവമേ ഞാൻ തളരില്ല, ഞാൻ കുലുങ്ങില്ല, ഞാൻ എൻ്റെ വലതു ഭാഗത്ത് അങ്ങയെ കാണുന്നു. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചന ഇപ്രകാരം പറയാണ്, കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. വീണ്ടും ദാവീദ് പറയാണ്, സങ്കീർത്തനം 16:9, അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ പലതും നിറവേറ്റാൻ പറ്റാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ മക്കൾ അപ്പനോട് ചേരാതെ വന്നപ്പോൾ, ഭാര്യമാർ ഭർത്താവിനോട് ചേരാതെ വന്നപ്പോൾ ദാവീദ് പറയാണ്, എൻ്റെ സന്തോഷം എൻ്റെ ജീവിത പങ്കാളിയിലല്ല, എൻ്റെ സന്തോഷം എൻ്റെ മക്കളുടെ എന്തെങ്കിലും തരത്തിലുള്ള പുണ്യപരിപൂർണത്തിലല്ല, എൻ്റെ സന്തോഷം എൻ്റെ കർത്താവിലത്രേ. അതാണ് 16:9, അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യും. ദാവീദ് എൻ്റെ വിശ്വാസവും പ്രത്യാശയേറ്റ് പറയാണ്, സങ്കീർത്തനം 16:10, എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു, അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അവിടുത്തെ പരിശുദ്ധം ജീർണിച്ചു പോകാൻ അനുവദിക്കില്ല. ഈ പ്രതികൂലത്തിൽ, ഈ തകർച്ചയിൽ, ഈ ബുദ്ധിമുട്ടിൽ അവിടുത്തെ പരിശുദ്ധൻ ജീർണിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല എന്നുള്ള പ്രത്യാശ ദാവീദ് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ദാവീദിന് തന്നെ പ്രശ്നമുണ്ടായി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വീഴ്ചയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു സൈനികൻ ഊറിയയുടെ ഭാര്യയുമായി, ദാവീദ് രാജാവ് സൈനികനായ ഊറിയയുടെ ഭാര്യയുമായി ബേർഷബയുമായി വ്യഭിചാരത്തിൽ വീണുപോയി. ആ വ്യഭിചാരത്തിൽ തുടർന്നൊരു കുഞ്ഞുണ്ടായി. വ്യഭിചാരത്തിൻ്റെ ഫലമായ ഒരു സന്തതി പോലും ജനിച്ചു. അത്രയും ജീവിതത്തിൽ അധപ്പതിച്ചു പോയി ദാവീദ്. എങ്കിലും പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാവീദ് ആ വേദനയുടെ നടുവിൽ, ഇതെല്ലാം ദാവീദിന്റെ ഹൃദയത്തെ ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം ദാവീദിന്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്, ഇതെല്ലാം ഹൃദയവേദനയായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തിന് ഇതൊരു തടസ്സമായി അദ്ദേഹം എപ്പോഴും കുറ്റബോധി ഇരുന്നില്ല. അദ്ദേഹം നേരെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നു, ദൈവത്തോട് ഏറ്റു പറഞ്ഞു, ദൈവമേ, അമ്മയുടെ ഉദരം മുതലേ ഞാനൊരു പാപിയാണ്, ജന്മം മുതലേ ഞാനൊരു പാപിയാണ്, എപ്പോഴും പാപത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ ഈ അവസ്ഥ നീ കാണണമേ എന്ന് പറഞ്ഞ് ദാവീദിൻ്റെ എല്ലാ വേദനകളും ദൈവത്തോട് എല്ലാം വിളിച്ചു പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദാവീദ് ഓരോ പാപം ഉണ്ടായപ്പോൾ, ഓരോ വീഴ്ചയുണ്ടായപ്പോൾ ദാവീദ് കൂടുതൽ എളിമപ്പെട്ടു, കൂടുതൽ ഹൃദയം നുറുങ്ങി, കൂടുതൽ അവൻ ചങ്ക് കലങ്ങി കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവന് കൂടുതൽ ദയ, കൂടുതൽ വാത്സല്യം അനുഭവിക്കാനുള്ള വേദിയായി അതെല്ലാം മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദാവീദിനെ നോക്കിയിട്ടാണ് ദൈവം പറയണത്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യൻ, അവൻ എൻ്റെ ഇഷ്ടം പൂർത്തിയാക്കും. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ ഹൃദയത്തിന് വലിയൊരു വെമ്പലുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ, ഈ വലിയ ബുദ്ധിമുട്ടുകളും മനോവിഷമങ്ങളും മനോഭാരങ്ങളും സങ്കടങ്ങളും ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് അലയടിക്കുമ്പോൾ ബന്ധുക്കൾ, മിത്രങ്ങൾ പലരിൽ നിന്നും വഞ്ചനയും തിരസ്കരണവും പീഡനവും നിന്ദനവും ഉണ്ടായപ്പോൾ, ഞാനും നിങ്ങളും ഒരു മനുഷ്യ ജീവിതത്തിൽ, പച്ചയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ദാവീദിൻ്റെ ജീവിതത്തിൽ നാനാഭാഗത്തു നിന്ന് ഏറ്റുവാങ്ങി മനസ്സിൽ തളർന്നപ്പോൾ, മനസ്സിൽ വേദന അനുഭവിച്ചപ്പോൾ, അതെല്ലാം ഒരു ഭാഗത്ത് വെച്ച് മറുഭാഗത്ത് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ഹൃദയത്തിൽ ഒരുപാട് എളിമപ്പെട്ട് ദൈവത്തിനടുത്ത് ചെന്ന് ദൈവമേ എന്ന് വിളിച്ച് കരഞ്ഞ് അവൻ ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ കുറ്റബോധത്തോടെ പിന്തിരിഞ്ഞ് ഞാനൊരു മോശക്കാരൻ, ഞാനൊരു ദുഷ്ടൻ, ഞാനൊരു പാപി, ഞാനൊരു നന്ദി കെട്ടവൻ എന്ന് ചിന്തിച്ചിരുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഇന്ന് നീ തളരരുത്, ഇന്ന് നീ കുലുങ്ങരുത്. ഒരുപക്ഷെ 10, 20, 30, 40 ധ്യാനങ്ങൾ കൂടിയിട്ടൊരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ 10, 50 വർഷമായി നവീകരണത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നും കുർബാനയ്ക്ക് പോകുന്നു, എന്നും പ്രാർത്ഥിക്കുന്നു, എന്നും വചനം വായിക്കുന്നു, എന്നും എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു. എന്നാലും ആത്മീയമായി ഒരു ഉയർച്ച തോന്നുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നിന്റെ ഹൃദയം. ഒരുപക്ഷെ 10, 30, 40, 50 വർഷങ്ങൾ സമർപ്പിത ജീവിതം നയിച്ചിട്ട് ഇന്ന് മനസ്സിലൊരു വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ തളരരുത് എന്ന് നിന്റെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 34-ാം അധ്യായത്തിൽ 30-ാമത്തെ തിരുലിഖിതം ദൈവത്തിന്റെ വചനപ്രകാരം പഠിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു,
അവരുടെ ദൈവമായ കർത്താവ് ഞാൻ അവരുടെ കൂടെ ഉണ്ടെന്നും ഇസ്രായേൽ ഭവനം എൻ്റെ ജനമാണെന്നും അവർ അറിയും. പ്രൈസ് ദി ലോർഡ്. അവർ എൻ്റെ ജനമാണെന്നും ഞാൻ അവരുടെ കൂടെ ഉണ്ടെന്നും അവർ അറിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മൾ കർത്താവിനെ അങ്ങോട്ട് സ്നേഹിക്കുന്നതുകൊണ്ടല്ല കർത്താവ് നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പാപികളായിരുന്നപ്പോൾ, നമ്മൾ വീണ് കിടന്നപ്പോൾ, നമ്മൾ തകർന്നു കിടന്നപ്പോൾ ദൈവം നമ്മളെ ഏകപക്ഷീയമായി ഇങ്ങോട്ടാണ് സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവജനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത്, ദൈവമായ കർത്താവ് ഞാൻ അരുളി ചെയ്യുന്നു, ഞാൻ അവരുടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് അവരറിയും. പ്രൈസ് ദി ലോർഡ്. ജനത്തിന് അപഭ്രംശങ്ങളുണ്ടായി, ജനത്തിന് വീഴ്ചകളുണ്ടായി, ജനത്തിന് പലതരത്തിലുള്ള തെറ്റുകൾ പറ്റി. ആ തെറ്റുകൾ പറ്റിയപ്പോഴും ഞാൻ അവരെ വിട്ടുപോയില്ലെന്നും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെന്നും അവർ ഒരു കാലത്ത് അറിയുമെന്ന് ദൈവം എസെക്കിയേൽ 34-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു. എന്നിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ജനം എൻ്റെ ആടുകളാണ്, എൻ്റെ ജനമാണത്, എൻ്റെ ആടുകളാണ്. യെശയ്യാ 46-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം, നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ ചുമക്കും, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, ഞാൻ നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കാരണം നീ എനിക്ക് പ്രിയങ്കരനാണ്. യു ആർ പ്രഷ്യസ് ടു മീ, യു ആർ പ്രഷ്യസ് ടു മീ. നീ എനിക്ക് പ്രിയങ്കരനാണ്. ഒരു വീഴ്ചയോ ഒരു പരാജയമോ ഒരു തകർച്ചയോ ഇതൊന്നും പ്രിയപ്പെട്ട ദൈവവേദനെ നിന്റെ ദൈവത്തിന് നിന്നോട് വെറുപ്പുണ്ടാക്കുന്നില്ല. ദൈവം ആരെയും വെറുക്കുന്നില്ല. ദൈവം സൃഷ്ടിച്ച ഒന്നിനെയും ദൈവം വെറുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം, അവിടുന്ന് ആരെയും വെറുക്കുന്നില്ല. ദൈവം സൃഷ്ടിച്ച ഒന്നിനെയും ദൈവം വെറുക്കുന്നില്ല. അവിടുന്ന് ഈ എല്ലാറ്റിനെയും സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറനാഥാ. ദിവ്യകാരുണ്യനാഥനായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ മനസ്സലിവോടെ രോഗികളെ സുഖപ്പെടുത്തിയും മരിച്ചവരെ ഉയർപ്പിച്ചും പാപികൾക്ക് വിടുതൽ നൽകിയും പിശാച് ബാധിതരെ സൗഖ്യപ്പെടുത്തിയും കടന്നുപോയി. ഇതാ ഇപ്പോൾ അവിടുന്ന് അതേ ശക്തിയോടുകൂടെ നമ്മുടെ ഭവനത്തിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരുന്നു. സമാധാനം ഇല്ലാത്തവർ യേശുക്രിസ്തുവിൻ്റെ പക്കലേക്ക് ഇപ്പോൾ കൈകൾ ഉയർത്തട്ടെ. പലതരത്തിലുള്ള രോഗങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ രോഗിയായിരിക്കുന്ന ഓരോരുത്തരും മേൽ ശിരസിൽ കരങ്ങൾ വെച്ച് മറ്റുള്ളവർ ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുഷ്ടാരൂപിയുടെ ശല്യങ്ങളുണ്ടെങ്കിൽ അത് വിട്ടുപോകാൻ വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കുക. എത്ര ശ്രമിച്ചിട്ടും പ്രാർത്ഥന ഉയർച്ച കിട്ടുന്നില്ലാത്ത വിധം ആത്മീയ ബന്ധനത്തിൽ കിടക്കുന്നവർ ആത്മീയ വിടുതലിന് വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കുക. ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകർ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണിത്. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ ശരീരത്തിൽ ഇപ്പോൾ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മയുടെ ആധിപത്യ ശക്തികളും പൈശാചിക പിടകളും ദുഷ്ടാത്മബോധങ്ങളും അന്ധകാര ശക്തികളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ വഴക്കിലും തമ്മിത്തല്ലിലും ഭിന്നതയിലും വേർപാടിലും തമ്മിൽ യോജിപ്പില്ലായ്മയിലും ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളോടും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞു പോവുക. പ്രാർത്ഥനയില്ലായ്മ, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ് ഇതെല്ലാം കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ബിസിനസ് മേഖലകൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലി സ്ഥലങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ മംഗളകർമ്മങ്ങളെയും ഞങ്ങളുടെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കാനിരിക്കുന്ന എല്ലാ പുതിയ പുതിയ ചുവടുവയ്പ്പുകളും ഞങ്ങളുടെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മക്കളുടെ അഭിവൃദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ തീരുമാനങ്ങളും തെറ്റായ സ്വഭാവങ്ങളും തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് നയിക്കുന്ന എല്ലാ അരൂപികളെയും ശക്തികളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ കുടുംബങ്ങളിലേക്കും യേശുവിൻ്റെ സമാധാനം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ. മറനാഥാ. എൻ്റെ പേര് അമ്മിണി തോംസൺ. ഞാൻ കൂരാച്ചുണ്ടിൽ നിന്ന് വരുന്നു. മാറാനാത്ത പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇടത് കണ്ണിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു മറുക് പോലെ ഒരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് അത് വളർന്ന് ഒരു
കൊന്തക്കുരുവിൻ്റെ അത്രയും വലിപ്പത്തിൽ വളർന്നു. അപ്പം ഞങ്ങൾ ഡോക്ടറെ കാണിക്കാനൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ജപമാലയുടെ ഒരു മണിയുടെ അത്രയും വലുപ്പത്തിൽ ആ മറുക് വളർന്ന് മുഴുത്ത്. എന്നിട്ട് ഇടയ്ക്ക് അതുപോലെ തട്ടുമ്പോൾ സൂചിക്ക് കുത്തുന്ന പോലത്തെ വേദനയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഇതുകൊണ്ട് എനിക്ക് ഒത്തിരി അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ ഇത് എടുത്ത് മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഡോക്ടറെ അടുത്ത് പോകാൻ നോക്കുമ്പം അതവിടെ കാണുന്നില്ല. ഹല്ലേലൂയ. കണ്ണിലെ ആ മറുക് മാറാനാത്ത പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തപ്പോൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഈശോ അത് അത്ഭുതകരമായി സുഖപ്പെടുത്തി. പിന്നെ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പം കണ്ണിൽ ആ മറുക് കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.